ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ RBL ബാങ്ക് നമ്മുടെ ഒരു പുതിയ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഓയിലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് പുതിയൊരു കോമ്പണന്റ് ക്രെഡിറ്റ് കാർഡ് RBL ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അതിന്റെ പേര് വരുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിൽ RBL ബാങ്ക് എക്സ്ട്രാ ക്രെഡിറ്റ് കാർഡ് എന്നാണ് അതിന്റെ പേര് വരുന്നത്. ഇത് ആക്ച്വലി ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡ് അല്ല. അതായത് ഇതിന് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത് 1500 രൂപ പ്ലസ് GST ആണ്. ഇതിന്റെ ഫ്യൂവൽ കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡാണ്. അതുപോലെ തന്നെ റിവാർഡ് ടൈപ്പ് വരുന്ന റിവാർഡ് പോയിന്റ്സ് ആണ്. നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് 3000 ഫ്യൂവൽ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. മൂവ് ചെയ്യാണ്ടായെങ്കിൽ ലൈഫ് ബെനിഫിറ്റും സംഭവങ്ങളൊന്നും ഇല്ല. അതുപോലെ തന്നെ റിവാർഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 100 rupees സ്പെൻഡ് അറ്റ് ഇന്ത്യൻ ഓയിൽ സ്റ്റേഷനിലാണെങ്കിൽ നമുക്ക് 15 ഫ്യൂവൽ പോയിന്റ്സ് ആണ് കിട്ടുക. അതുപോലെ തന്നെ 2 ഫ്യൂവൽ പോയിന്റ്സ് ആണ് പെർ 100 rupees സ്പെൻസ് ആണ് അതർ എലിജിബിൾ സ്പെൻസിൽ വരിക കേട്ടോ. ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0.5 പൈസയാണ്, അതായത് 50 പൈസയാണ്. അപ്പോൾ നോർമലി നമ്മുടെ റിവാർഡ് പോയിന്റിനായിട്ടും വാല്യൂ കൂടുതലാണ്. ആദ്യമായിട്ടാണ് ആക്ച്വലി RBL ബാങ്കിന്റെ ഒരു നല്ലൊരു ക്രെഡിറ്റ് കാർഡ് കാണുന്നത്. പക്ഷേ എൻട്രി ലെവൽ കാർഡല്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല. പക്ഷേ ഡൊമസ്റ്റിക് ലോഞ്ചേഴ്സോ ഇന്റർനാഷണൽ ലോഞ്ചേഴ്സോ ഇൻഷുറൻസ് ബെനിഫിറ്റോ ലോഞ്ച് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ഫീസും ചാർജ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്യാം. 2.75 ലക്ഷം ആനുവലി സ്പെൻഡ് ചെയ്യാൻ നമുക്കിത് വേവ് ഓഫ് ചെയ്യാം കേട്ടോ. റിവാർഡ് റിഡംഷൻ ഫീസ് വരുന്നുണ്ട് 95 രൂപ. അത് പൂർവ്വ പരിപാടിയാണ്. ഇവർ എല്ലാത്തിനും ഉണ്ട്. അതിപ്പോൾ ബജാജ് RBL കാർഡ് ആയിക്കോട്ടെ. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ബജാജ് RBL കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ കാർഡ് അഡീഷണൽ ആയിട്ട് ഓഫർ വരുന്ന പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് ഓഫർ വരുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു എന്ന് വെച്ചാൽ ഈ RBL ബാങ്കിന് ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാർഡാണ് നമ്മുടെ ബജാജ് RBL കാർഡ്. അപ്പോൾ ഞാനൊക്കെ ഓൾമോസ്റ്റ് 6 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. നിങ്ങൾക്ക് അതുപോലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ RBL ബാങ്കിന്റെ ബജാജ് RBL കാർഡ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഞാൻ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെറ്റാപ്പിന്റെ റെഫർ ലിങ്ക് ആണ് കേട്ടോ. പിന്നെ ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് 3.5%. ഫ്യൂവൽ ചാർജ് 1% വേവ് ഓഫ് വരുന്നുണ്ട്. 200 രൂപ എബോ. മാക്സിമം അതും 200 രൂപയാണ് ഒരു മാക്സിൽ കിട്ടുക കേട്ടോ. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 2.5 to 3.9 ആണ് പെർ മന്ത്. നമ്മൾ ഡ്യൂ ഡേറ്റിന് മുമ്പ് ബില്ല് അടച്ചില്ലെങ്കിൽ ക്യാഷ് അഡ്വാൻസ് ചാർജ് ആയിട്ട് 2%. അതായത് നമ്മൾ നമ്മുടെ ATM എടുത്തിട്ട് കാശ് എടുക്കുമ്പോൾ കേട്ടോ. ഇതാണ് ഈ കാർഡിൻ്റെ ഒരു ഫീച്ചേഴ്സ്. ഇവർ ആക്ച്വലി എന്താ പറയുക പരസ്യം ചെയ്യുന്നതൊക്കെ 250 ലിറ്റർ വരെ നിങ്ങൾക്ക് ഫ്രീ പെട്രോൾ മന്ത്ലി 45,000 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ കുറേയൊക്കെ മാർക്കറ്റിംഗ് ടെക്നിക്സ് ആണ്. ഇതെല്ലാ ഫ്യൂൽ കാർഡിലും നിങ്ങൾ കണ്ടായിരിക്കും. ഇതാണ് ആക്ച്വലി ഒരു കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ RBL ബാങ്കിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറയുന്നത്. നോർമലി RBL ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ കുറച്ചല്ല അത്യാവശ്യം നല്ല ഷോകം ക്രെഡിറ്റ് കാർഡുകളാണ്. പിന്നെ ഇനീഷ്യലി കിട്ടാൻ ഈസി ആയിട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെ കുറേ പേര് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇവരുടെ ആക്ച്വലി RBL ബാങ്കിന്റെ ബേസിക് കാർഡ് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നിങ്ങൾക്ക് ഓഫർ വന്നിട്ടുണ്ടെങ്കിൽ ബജാജിന്റെ ഒക്കെ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ റിവാർഡ് റേറ്റും പെർസെൻറ്റേജ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 7.5% വരെ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. അതിൽ 1% നമ്മുടെ സർചാർജ് വേവ് ഓഫ് ആണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6.5% കിട്ടുന്നതാണ് ആക്ച്വലി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലോഞ്ചൊക്കെ സംഭവമൊക്കെ ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി റിഡീം ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂവൽ പോയിന്റ്സ് ഇന്ത്യൻ ഓയിൽ സ്റ്റേഷനിൽ തന്നെ റിഡീം ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ POS മെഷീനിൽ പോയിട്ട് സ്ലാഷ് ബട്ടൺ അമർത്തുക. അവിടെ ഇൻസ്റ്റന്റ് റിഡീം എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റും ഓപ്ഷൻ. അതിൽ എക്സ്ട്രാ റിവാർഡ്സ് ഓപ്ഷൻ കാണാം. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് റിഡീം ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ പേർക്ക് ഫെസ്റ്റിവൽ സ്റ്റേഷനിലൊന്നും അറിയണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടത്, അല്ലെങ്കിൽ കമൻറ്റിൽ പിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് സംഭവം. അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഇത് റൂപേ പ്ലാറ്റ്ഫോമിൽ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. റൂപേ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം UPI ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനം തന്നെയാണ്. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിൽ വരുന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ UPI മാത്രമാണോ അതോ ഇനിയിപ്പോൾ എന്താ പറയുക വിസ പ്ലാറ്റ്ഫോമിലും വരുന്നുണ്ടോ എന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 75,000 രൂപ ഒരു ക്വാർട്ടറിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ 1000 ഫ്യൂവൽ പോയിന്റ്സ് കിട്ടുന്നുണ്ട്. നല്ല പരിപാടിയാണ്. അതായത് ഒരു പോയിന്റിന് 50 പൈസയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കാം. പിന്നെ നമുക്ക് ഫ്യൂവൽ കമ്പനി ഞാൻ പറഞ്ഞല്ലോ 3000 ഫ്യൂവൽ പോയിന്റ് ആണ്. അതും 1030 500 രൂപ ട്രാൻസാക്ഷൻ ചെയ്യണം കേട്ടോ, എന്നാലേ അത് കിട്ടുള്ളൂ. അപ്പോൾ ഓവറോൾ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡ് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ ഓയിൽ ആക്സിസ് ബാങ്ക് പ്രീമിയം ക്രെഡിറ്റ് കാർഡിന്റെ കാറ്റഗറിയിലൊക്കെ വരുന്ന ഒരു കാർഡാണ്. BPCL SBI ഒക്ടേൻ കാർഡിന്റെ ഒക്കെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ എല്ലാ കാർഡുകളിലും അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിന്റെ റെഫർ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ. നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൊടുത്തിരിക്കും നമ്മുടെ റെഫർ ലിങ്കുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഇല്ലാതെ തന്നെ കിട്ടാനുള്ള ചാൻസ് കൊടുത്തിരിക്കും, മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാമിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ബാൻ ആവുമെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കാട്ടാ. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്റ്റും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് JMD.bank സപ്പോർട്ടോടെ നോക്കാത്തവർ നോക്കി നോക്കുക. നമുക്ക് ഈ സൈഡിൽ തന്നെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസും ഒക്കെ നമ്മുടെ റെഫറൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ട്രൈ നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിൽ സിബിൽ സ്കോർ നോക്കാം. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക. GSH വേൾഡ് എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസുകൾ, ഗാഡ്ജറ്റ് കമ്പാരിസൺ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അടുത്ത കാണാം. ബൈ.